ഫണ്ടിങ് സോഴ്സിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫണ്ടിങ് എന്തുകൊണ്ടാണ് നമുക്ക് പണം വേണ്ടത്? സോ പലപ്പോഴും നമുക്ക് ഓപ്പറേഷൻസ് നടത്താനായിട്ടും സംരംഭം നടത്തുടങ്ങാനായിട്ടും ഇല്ല അസറ്റ്സ് അക്വയർ ചെയ്യാനായിട്ടും ഫണ്ടിന് എടുക്കും, നമ്മൾ ഹയറിങ് നടത്താനായിട്ടും മാർക്കറ്റിംഗ് ഓപ്പറേഷൻസിനും വേണ്ടി എടുക്കും. എക്സ്പാൻഡ്, ഇന്നോവേറ്റ്, അപ്ഗ്രേഡ് ടെക്നോളജി, ഇതിനു വേണ്ടി നമ്മൾ ഫണ്ട് എടുക്കും. ഇനി എന്തുകൊണ്ടാണ് പണം വേണ്ടി വരിക? ക്യാഷ് ഫ്ലോ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും സാധനം കൊടുത്തുകൊണ്ടിരിക്കണം. അൺഎക്സ്പെക്റ്റഡ് കോസ്റ്റ് വരുന്നു. മെയിൻറ്റെയിൻ കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, സ്ഥിരതയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കൈൻഡ്സ് ഓഫ് ഫണ്ട്സ് എടുക്കുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ, ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാന്റോ മെഷീനറി ഒരു പ്രൊഡക്ഷനോ നടത്തി, അപ്പോൾ അതിനൊക്കെ വലിയ എമൗണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ റോ മെറ്റീരിയൽ ഒരിടത്തു നിന്ന് വാങ്ങിക്കുന്നു, പ്രോസസ്സ് ചെയ്തിട്ട് അത് വേറെ ഇടത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ വാങ്ങിച്ച് വെച്ചേക്കുമ്പോഴും പ്രോസസ്സ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതിന് ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ സമയത്താണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുക. ആ ഓഫീസ് റൺ ചെയ്തുകൊണ്ട് പോകാനുള്ള സംവിധാനത്തിന് മാത്രം, അതിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ഫണ്ട് എടുക്കാവൂ. അല്ലെങ്കിൽ ബിസിനസ്സിന് എപ്പോഴും ബാങ്ക് ഫണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇനി ലോങ് ടൈം ആയിട്ട് ഫണ്ട് എടുക്കുന്നത് മെഷീനറി വാങ്ങിക്കാനായിട്ട്, ലാൻഡ് വാങ്ങിക്കാനായിട്ട്, ബിൽഡിങ് വാങ്ങിക്കാനായിട്ട്, വെഹിക്കിൾസ് വാങ്ങിക്കാനായിട്ട്, ഇനി ബിസിനസ് സൈക്കിൾസിനകത്ത് നേരത്തെ കവർ ചെയ്തിട്ടില്ലാത്ത മറ്റു പലതും വരും. എസെൻഷ്യൽ ഫോർ സ്റ്റാർട്ടിങ് മെയിൻറ്റെയിനിങ് ആൻഡ് എക്സ്പാൻഡിങ് ഓപ്പറേഷൻസ്, വീണ്ടും എക്സ്പാൻഷൻ വേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എടുക്കുമ്പോഴത്തേക്കും ബിൽഡ് ഫൗണ്ടേഷൻ ബൈ അസറ്റ്സ്, എസെൻഷ്യൽ അസറ്റ്സ്. കേരളത്തിലാകുമ്പോൾ നമുക്ക് ബിസിനസ്സിന് കേരളത്തിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് വിജയിക്കാത്തൊരു പ്രധാന റീസൺ അതിനുള്ള സ്ഥലം വാങ്ങിക്കുന്നതിന് കോസ്റ്റ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ലേബർ കോസ്റ്റ്. ഈ സ്ഥലത്തിൻ്റെ വില നമുക്ക് വളരെ ഇതാണ് ഇവിടെ, അതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ ബിൽഡിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് വാങ്ങിക്കണം. മാനേജ് ഡിപ്രിസിയേഷൻ ആൻഡ് ഓഫീസ് ടാക്സ് ബെനിഫിറ്റ്സ്. ഡിപ്രിസിയേഷൻ്റെ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടും. യൂസ് അസറ്റ് ആസ് എ കൊളാട്രൽ ഫോർ ലോൺസ്. നമുക്കങ്ങനെ ലാൻഡ് ഉണ്ടെങ്കിൽ കൊളാട്രൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നെന്നുള്ളതാണ്. മിഷണറി മറ്റൊന്നുമല്ല. മിഷണറിക്ക് നമ്മൾ കൊളാട്രൽ എന്ന് പറയത്തില്ല. ആ ബിസിനസ്സിൻ്റെതല്ലാതെ മറ്റൊരു ഈട് കൊടുക്കുന്നതിനാണ് മറ്റൊന്ന്. കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിലില്ലാത്ത അതിലുണ്ടായിരുന്ന ആൾക്കാർക്കും അപകടം പറ്റി, മറ്റുള്ളവർക്കും. പിന്നെ ഇവിടെ നമുക്ക് ചിലർക്ക് റിക്വയർ ലാർജ് ക്യാപിറ്റൽ ഔട്ട്ലേ ഫോർ അസറ്റ്സ്. പിന്നെ ക്യാൻ ഹിൻഡർ ന്യൂ ബിസിനസ് സ്റ്റാർട്ടപ്സ്. ഇതിപ്പോൾ നമുക്ക് ഈ ഫണ്ട് വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് തന്നെ നിലനിൽക്കാതെ പോകും, തടസ്സപ്പെട്ടു പോകും. അസറ്റ്സ് ആർ ഹാർഡ് ടു കൺവേർട്ട് ടു ക്യാഷ്. ലാൻഡ് കിടപ്പുണ്ട്, ലാൻഡിന് എന്തെല്ലാം ചെയ്താലും അത് ക്യാഷായിട്ട് മാറത്തില്ല. അപ്പോൾ അത് വരുമ്പോൾ ബിസിനസ്സിൽ നമ്മൾ സ്റ്റക്കായി. ഇപ്പോൾ ഈ ഭാഗം ശരിക്കും മാനേജ് ചെയ്യാത്തതാണ് പല ബിസിനസ്സും നിലച്ചു പോകാനുള്ള കാര്യം. ആൻഡ് ഫണ്ട്സ് ഫോർ ഡെയിലി ഓപ്പറേഷൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ക്യാഷ്, ഇൻവെൻറ്ററി, റിസീവബിൾസ് ആൻഡ് പേയബിൾസ്. ഇനി ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് റിവോൾവിംഗ് ക്യാപിറ്റലുണ്ട്, ഇൻവെസ്റ്റഡ്, റിക്കവേർഡ് ആൻഡ് റീ ഇൻവെസ്റ്റഡ് ഫണ്ട്സ്. ഇനി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ ടൈഡ് ഇൻ ടു അസറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റീസും. അപ്പോൾ കറൻറ്റ് അസറ്റ് എത്രയുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരു 1.25 കോടി രൂപ നിങ്ങൾക്ക് കറൻറ്റ് ആസറ്റ്സ് ഉണ്ട് നിങ്ങളുടെ കമ്പനിക്കകത്ത്. പക്ഷേ നിങ്ങൾക്ക് 1.25 കോടി കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? ഇപ്പം നെറ്റ് എത്രയുണ്ട്? നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്, അല്ലേ? അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടെലഗ്രാമിൽ കയറുമ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കാനുള്ള സൗകര്യം വരും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് പഠിക്കണം, പക്ഷേ നല്ലപോലെ പഠിക്കണം. ഒരു ബിസിനസ്മാൻ ഈ ഫണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അവിടെ ഇൻഡസ്ട്രി അഫക്റ്റ് ക്യാപിറ്റൽ, റീറ്റെയിലേഴ്സ് നീഡ് മോർ. പക്ഷേ അവർ കടം ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഇമ്പാക്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിസർവ്സ്, ചിലർ അതിനുവേണ്ടി റിസർവ്സ് വെക്കും. ഇതാണ് കണക്ക്. 6 മാസത്തേക്ക് വരെയുള്ള 3 മാസത്തേക്കുള്ള പ്രസ്ഥാനം നടത്താനുള്ള ക്യാഷ് നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാകണം. മറ്റ് ബോണ്ടുമൊക്കെ ആയിട്ട് നമുക്ക്
മൊത്തത്തിൽ ഗോൾഡ് ബോണ്ടോ പെട്ടെന്ന് അഴിഞ്ഞ് കിട്ടുന്ന ചില മ്യൂച്വൽ ഫണ്ട്സോ അവിടെ കുറച്ചുകൂടെ ഗ്രോത്ത് കൂടുതൽ കിട്ടും. പെട്ടെന്ന് ആവശ്യം വന്നാൽ എടുക്കാനായിട്ട് പറ്റിയ ഒരു സംഭവം. അങ്ങനെയാണ് ഒരു ബിസിനസ്സിന് 6 മാസത്തെ റിസർവ് വേണം. ലാർജർ ബിസിനസ്സസ് റിക്വയർസ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ. വലുതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അതിപ്പോൾ നമുക്ക് ഫാസ്റ്റർ ടേൺ ഓവർ ഡിമാൻഡ്സ് ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ. പെട്ടെന്ന് മറിച്ച് വിടണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. എങ്ങനെയാണോ ഇപ്പോൾ ക്യാഷോ ക്രെഡിറ്റോ അതെങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നത്? ഇൻഫ്ലേഷൻ റൈസസ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് വരും. സീസണൽ ഡിമാൻഡ് ചേഞ്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. ഇനി അപ്പോൾ സീസൺ മാറി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം പുതിയ സീസൺ വരുവാണ്. ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ലാർജർ സൈക്കിൾസ് യൂസ് അപ് ടു മോർ ക്യാപിറ്റൽ. നമ്മൾ കുറച്ച് ഇപ്പോൾ തുടങ്ങിയത് കുറച്ച് നാൾ കഴിഞ്ഞാൽ വരുന്നതെന്നുണ്ടെങ്കിൽ 3-4 ഉദാഹരണങ്ങൾ എടുത്തോളൂ. ഈ സ്ഥിരം പറയുന്നത് അത് വീണ്ടും പറയുമ്പോൾ എളുപ്പമാണ്. നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്ന് ഫർണിച്ചർ നല്ല സൂപ്പർ ഇവിടെ ഒന്നും കിട്ടാനില്ലാത്ത കൊണ്ട് ഫർണിച്ചർ വാങ്ങിച്ചു. നമ്മളൊരു വലിയ ഫർണിച്ചർ ഷോറൂമും തുടങ്ങി. അപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് വിറ്റ് തീരത്തില്ലല്ലോ, ഒരു മാസം കൊണ്ട് വിറ്റ് തീരത്തില്ലല്ലോ. അപ്പം ആ വന്നേക്കുന്ന സ്റ്റോക്കിനെ ക്യാഷാക്കി മാറ്റാനായിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 6 മന്ത്സ് വേണം. ഓക്കെ, ആ 6 മന്ത്സിന് നമ്മൾ പറയുന്നത് വെലോസിറ്റി എന്നാണ് പറയുക. എഴുതിക്കുക വാക്ക് വെലോസിറ്റി.